വിഷുദിനത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ മകന് വേണ്ടി കൊച്ചി മുഴുവൻ അലയുകയാണ് തമിഴ്നാട് സ്വദേശികളായ മാതാപിതാക്കൾ. കൈലാഷ് കുമാർ എന്ന 23-കാരനെയാണ് കാണാതായത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് കൈലാഷ്. മകനെ കണ്ടെത്താൻ പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുകയാണ് അച്ഛനമ്മമാരായ ശേഖറും പെരിയ നായികയും. എത്തിയതാണ് കൈലാഷ് കുമാറും മാതാപിതാക്കളും. 14-ാം തീയതി രാവിലെ 9 മണിക്ക് 23-കാരനായ കൈലാഷിനെ കാണാതായി. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളായതിനാൽ സ്വയം മാതാപിതാക്കൾക്ക് അടുത്തെത്താൻ സാധിക്കില്ല. മൊബൈൽ ഫോണും കയ്യിലില്ല. അന്നേ ദിവസം രാവിലെ എടുത്ത ഫോട്ടോയുമായി ശേഖറും പെരിയ നായികയും പോലീസിൽ പരാതി നൽകി. വൻ തിരക്കായതിനാൽ CCTV പരിശോധന കൊണ്ട് മാത്രം കാര്യമില്ല. 3 ദിവസമായിട്ടും മകനെ കണ്ടെത്താൻ പോലീസിനും സാധിച്ചിട്ടില്ല. ഇതോടെ SP-ക്ക് പരാതി നൽകാൻ കുടുംബം തീരുമാനിച്ചു. CCTV ക്യാമറ இன்னும் யாரும் செக் பண்ணல. நாங்கள் செக் பண்ணதை நாங்கள் பார்க்கவே இல்லை. பிள்ளைய மட்டும் கண்டுபிடிச்சு கொடுங்க. என் பிள்ளைய சாமி கும்பிடத்தான் கூட்டிகிட்டு வந்து இப்படி தொலைச்சிட்டு போக எனக்கு மனசு வரல. யாராவது பார்த்தியடா எங்களுக்கு ஃபோன் பண்ணி சொல்லுங்க. அவன்கிட்ட நல்லா அடித்து கேட்டால் நம்பர்லாம் நல்லா சொல்லுவான். அவன் நல்லா பேசுவான். ஞாபகங்கள் மட்டும் கொஞ்சம் கம்மி, வேற ஒன்றும் இல்லை. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് മാതാപിതാക്കൾ ആദ്യം എത്തിയത്. ചോറ്റാനിക്കര റൂറൽ പോലീസ് പരിധിയിലാണെന്ന് അറിഞ്ഞതോടെ നേരെ ആലുവയിലേക്ക്. 2 മക്കളിൽ മൂത്തയാളാണ് കൈലാഷ്. ആദ്യമായാണ് കുടുംബം ചോറ്റാനിക്കരയിൽ തൊഴാനെത്തിയത്. സംഭവത്തിൽ ചോറ്റാനിക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.